ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന് മഹാകവി ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം വാക്കുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചപ്പോൾ എൻ്റെ ആ ഒരു ആത്മാർത്ഥ ഹൃദയം എനിക്കൊന്ന് കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. നടക്കില്ലെന്ന് നന്നായിട്ടറിയാം, എങ്കിലും ആ ഒരു ഹൃദയതാളം ഒപ്പിയെടുത്ത് ലൈവായിട്ട് കാണിക്കാൻ സാധിച്ചാൽ, ആ ഹൃദയതാളത്തിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ സാധിച്ചാൽ അത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയിലൂടെ അത് ഞാൻ നിങ്ങളെ കാണിച്ചും തരാം, കേൾപ്പിച്ചും തരാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹാർട്ട് ബീറ്റ് സെൻസർ വീട്ടിൽ തന്നെ നിർമ്മിക്കാം, ആ സെൻസർ ഉപയോഗിച്ച് ചില സർപ്രൈസുകളൊക്കെ കാണിക്കാം, അതിനെപ്പറ്റിയുള്ളതാണ്. ഇന്ന് വിപണിയിൽ വിവിധ തരത്തിലുള്ള ഹാർട്ട് ബീറ്റ് സെൻസറുകൾ ലഭ്യമാണ്. അനലോഗ് ആയാലും ഡിജിറ്റൽ ആയാലും ഇങ്ങനെ മൊഡ്യൂളുകളായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിൽ ഓരോ കമ്പോണന്റും എങ്ങനെ ചൂസ് ചെയ്യണം, അതായത് ഒരു കപ്പാസിറ്റർ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം, റെസിസ്റ്റർ എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ കൃത്യമായിട്ട് അത് ട്യൂൺ ചെയ്തെടുക്കണം, അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിമെയ്ഡ് മൊഡ്യൂളുകൾ മേടിച്ചാൽ അത് സാധ്യമാകത്തില്ല. അതിനും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് കമ്പോണന്റ് ലെവലിൽ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ആ ഡിസൈനിനെ പറ്റിയും അതിൽ വരാവുന്ന ഫോൾട്ടുകൾ എന്താണെന്നും അതെങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതുപോലെ തിയറിക്കപ്പുറം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പഠിക്കേണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ ക്യാപ്ചർ ചെയ്യാനും ആ ക്യാപ്ചർ ചെയ്ത ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ പ്രോസസ്സ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു ഉപാധിയാണ് ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നത്? അതിനൊരു അല്പം ബയോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് മുകളിലായി കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസുകൾ കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ SA നോഡ് എന്ന് പറയുന്നത്. SA എന്ന് പറഞ്ഞാൽ സൈനോ ആർട്രിയൽ നോഡ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ ഒരു ജനറേറ്ററിന് തുല്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു ഓസിലേറ്റർ തന്നെയാണത്. ഇതാണ് നാച്ചുറൽ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പൾസുകൾ കൃത്യമായിട്ട് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഇലക്ട്രിക്കൽ പൾസ് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സെൽസിനകത്ത് പ്രത്യേക മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ്റെ അകത്തുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള അനുപാതം വരുമ്പോഴാണ് ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നേരെ ചെല്ലുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് എന്ന് പറയുന്ന പ്രത്യേക ഒരു റിസീവറിലേക്കാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു SA നോഡിനെ ട്രാൻസ്മിറ്റർ ആയിട്ടും AV നോഡിനെ നമുക്ക് റിസീവർ ആയിട്ടും സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന SA നോഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ AV നോഡ് റിസീവ് ചെയ്ത് ആ റിസീവ് ചെയ്ത ഇമ്പൾസിനെ സിങ്ക്രണൈസ് ആയിട്ട് ഹൃദയത്തിന്റെ അറകളിലേക്ക് പ്രത്യേക മസിൽ ഫൈബർ വഴി എത്തിക്കുമ്പോഴേക്കും ആ ഹൃദയത്തിന്റെ അറകൾ അങ്ങ് ചുരുങ്ങും. അപ്പൊ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് കിട്ടുമ്പോഴാണ് ഈ ചുരുക്കം സംഭവിക്കുന്നത്. അങ്ങനെ ചുരുങ്ങി കഴിയുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ നിന്ന് അശുദ്ധ രക്തം നേരെ നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറത്ത് കളഞ്ഞ് വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കയറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് അയക്കുന്നു. അവിടെ നിന്നും ധമനികൾ വഴി നമ്മുടെ ഓർഗൻസിലേക്ക് അഥവാ അവയവങ്ങളിലേക്ക് ശുദ്ധീകരിച്ച രക്തം എത്തിക്കുന്നു. എന്നിട്ട് വീണ്ടും അവയവങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം വീണ്ടും നമ്മുടെ ഈ പറയുന്ന റൈറ്റ് സൈഡിലേക്ക് വരുന്നു. അവിടെ നിന്ന് വീണ്ടും ലങ്സിലേക്ക്, ലങ്സിൽ നിന്ന് ശുദ്ധീകരിച്ച് വീണ്ടും അടുത്ത ഫേസിലേക്ക്, അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഓരോ ഹൃദയമിടിപ്പിനും സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ കൃത്യമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാനും അതിനാവശ്യമുള്ള നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഭാഷയിൽ പറഞ്ഞ ക്ലോക്ക് കൊടുക്കുന്നതും നമ്മുടെ ഈ നാച്ചുറൽ പേസ് മേക്കർ ആയിട്ടുള്ള SA നോഡാണ്. അപ്പൊ ഹൃദയം ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന SA നോഡിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ആരംഭിക്കുകയായി. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന P എന്ന് പറയുന്ന വേവ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലത്തുള്ള ECGയിലെ പൾസസ്. അപ്പൊ P വേവ് എന്ന് പറയുന്നത് ആ ഒരു ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തുടക്കം മാത്രമാണ്. അപ്പൊ ഇത് നേരെ റിസീവ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന AV നോഡിലേക്കാണ്. അപ്പോഴാണ് നമ്മൾ PQ എന്നുള്ള ആ ഒരു വേവ് ഫോം, അതായത് കുറച്ച് ഡിപ്പായിട്ടുള്ള ഒരു വേവ് ഫോം നമ്മൾ കാണുന്നത്. പിന്നീട് ശക്തമായിട്ട് ആ പറയുന്ന മസിൽ ഫൈബറിലൂടെ ഈ ഇമ്പൾസ് എത്തിയിട്ട് ഹൃദയത്തിന്റെ അറകൾ ചുരുങ്ങും. അങ്ങനെ ശക്തമായിട്ടൊരു കൺട്രാക്ഷൻ നടന്ന് റിലീസ് ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന RS എന്ന് പറയുന്ന വേവ് ഫോം ജനറേറ്റ് ചെയ്യും. പിന്നീട് ഏതാനും മില്ലി സെക്കൻഡിന്റെ വിശ്രമത്തിന് ശേഷം ഈ പ്രോസസ്സൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. ആ സമയത്താണ് T എന്ന് പറയുന്ന വേവ് ഉണ്ടാവുന്നത്. അതിനുശേഷം വീണ്ടും ആദ്യം തൊട്ട് P എന്ന് പറയുന്ന ആ സൈക്കിളിലേക്ക് പോകും. ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഇത് നടക്കും.
അപ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ PQRST ഈ ഒരു വേവ് അനലൈസ് ചെയ്യുന്ന വഴി ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എത്രമാത്രം നോർമൽ ആണെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടോ എന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള നല്ലൊരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ് ECG എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിലൊക്കെ ഈ പറയുന്ന വേവ് ഫോംസിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ആ മാറ്റങ്ങൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് ഏത് ടൈപ്പ് ഹാർട്ട് ഡിസീസ് ആണ് എക്സാക്ട്ലി തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 65-നും 75-നും ഇടയ്ക്കായിരിക്കും. നമുക്കൊരു ആവറേജ് ആയിട്ട് മിനിറ്റിൽ 72 തവണ ഇടിക്കുന്നു എന്ന് പറയാം. എപ്പോഴും മിനിറ്റിൽ 72 തന്നെ ഇടിക്കണമെന്നില്ല. നമുക്കറിയാം സ്ട്രെസ് ഉള്ള സമയത്തും അതുപോലെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുമ്പോഴും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോഴൊക്കെ നമ്മുടെ സെൽസിന്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള പല കോശങ്ങൾക്കും കൂടുതൽ അളവിൽ ബ്ലഡ് എത്തേണ്ടി വരും. അങ്ങനെ ബ്ലഡ് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സാഹചര്യത്തിന് അപ്പുറം അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നോർമലായിട്ടും ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കും. പിന്നെ വളരെ ശാന്തമായിട്ട് ക്യാമാങ്കുവറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഇമ്പൾസസ് കൊടുക്കാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് കോട്ടം തട്ടുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യലി പേസ് മേക്കർ വയ്ക്കുന്നത്. പേസ് മേക്കർ ഒരിക്കലും ഹാർട്ട് അറ്റാക്കിനല്ല വയ്ക്കുന്നത്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള SI കംപ്ലൈന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സിങ്ക്രണൈസേഷൻ നടക്കാതെ വരുമ്പോഴാണ് പേസ് മേക്കറിന്റെ ആവശ്യകഥാർത്ഥത്തിൽ വേണ്ടി വരിക. അപ്പൊ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരിക്കും, മില്ലി വോൾട്ട് റേഞ്ചിലായിരിക്കും അത് കിട്ടുക. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഇന്റർഫറൻസ് നമ്മുടെ സറൗണ്ടിങ് എൻവയോൺമെന്റിലുണ്ട്. വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റർ, റിസീവർ, മൊബൈൽ ഫോണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ECG എടുക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് വരുന്ന ആ ചെറിയ സിഗ്നലുകളെ പ്രത്യേക രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇത്തരം വേവ് ഫോംസ് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം 3 പ്രോബ് തുടങ്ങി 12 പ്രോബ് വരെയാണ് ഒരു സാധാരണ ECG മെഷീനിൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും മിനിമം വേണ്ട റിക്വയർമെന്റ് 3 എണ്ണമാണ്. കാരണം അതിൽ ഒരെണ്ണം റെഫറൻസ് ആണ്, ബാക്കി 2 ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൃത്യമായിട്ട് റീഡ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്രമാത്രം പ്രോബിന്റെ എണ്ണം കൂടുന്നോ അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ സിഗ്നൽസ് അവിടെ ലഭ്യമാകും. ഇപ്പൊ ആംബുലൻസ് പോലെ വളരെ സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 3 പ്രോബിന്റെ ആവശ്യമാണ് അവിടെ വരിക. അപ്പോൾ 12 പ്രോബ് നമുക്ക് കൊടുക്കാനുള്ള സമയവും കിട്ടത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ വരെ ആ ഒരു ECG എടുക്കാൻ വേണ്ടി നമ്മൾ 3 പ്രോബ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഹൃദയത്തിന്റെ ഓരോ ആംഗിളിൽ നിന്നും നമുക്ക് ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് 12 പ്രോബ് ഉപയോഗിക്കുമ്പോൾ. അതായത് ഏതെങ്കിലും പാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കൃത്യമായിട്ടാണോ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നത്, അതുപോലെ ഹൃദയത്തിന്റെ ഓരോ ആംഗിളിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടോ, ഇതെല്ലാം നമുക്ക് 12 പ്രോബ് വഴിയുള്ള ECG എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൃത്യമായിട്ടുള്ള ഡിലേ, അതായത് ഇപ്പോൾ ഹൃദയം പമ്പ് ചെയ്ത് കഴിയുമ്പം ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എത്താൻ എടുക്കുന്ന ഡിലേ ഓരോ സൈഡിൽ നിന്ന് എത്രയാണെന്നുള്ളത് നമുക്കൊരു വ്യൂ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തെ ഒരു സൈഡിൽ നിന്ന് കാണുന്നതും പല സൈഡിൽ നിന്ന് കാണുന്നതുമാണ് പ്രോബിന്റെ എണ്ണം കൂടുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത്. അതായത് കൂടുതൽ പ്രോബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആംഗിളിൽ നിന്ന് ഹൃദയത്തെ കാണുവാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പൊ ECGയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത് നല്ല വ്യക്തമായിട്ട് തന്നെ അത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ട്രെഡ്മില്ലിലൊക്കെ പ്രത്യേക ടെസ്റ്റിന് വേണ്ടി ECG തന്നെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രോബ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ECG എടുക്കുന്ന സമയത്ത് പ്രത്യേകതരം ജെല്ലുകൾ തേച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിടിപ്പിക്കുമ്പോൾ മാത്രമേ സ്കിന്നും ഈ പറയുന്ന ഇലക്ട്രോഡും തമ്മിൽ മാക്സിമം ഒരു കോണ്ടാക്ട് ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിൽ ചില സമയങ്ങളിലെങ്കിലും ചില രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് സംഭവിക്കാറുണ്ട്, പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മോണിറ്റർ ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതാണ് PPG എന്ന് പറയുന്നത്. അതായത് ECG എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ വയറുകൾ വഴിയാണ് എടുക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഒപ്റ്റിക്കൽ ടെക്നോളജിയെ പറ്റിയാണ്. PPGയുടെ ഫുൾ ഫോം ഫോട്ടോ പ്ലിസ്തോമോഗ്രഫി എന്നാണ്. ഇത് അർത്ഥമാക്കുന്നത് നമുക്ക് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് നമ്മുടെ വെയിനിലേക്ക് ഘടിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും നമ്മളൊരു ഫോട്ടോ ഡയോഡ് വഴി ആ സിഗ്നലിന്റെ, അതായത് ആ ലൈറ്റ് സിഗ്നലിന്റെ അബ്സോർപ്ഷൻ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നമ്മൾ പ്രധാനമായിട്ടും 2 രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഒന്ന് റിഫ്ലക്റ്റീവ് ടൈപ്പും, 2 അബ്സോർപ്ഷൻ ടൈപ്പും. അപ്പൊ ഈ റിഫ്ലക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഫിംഗർ ടിപ്പ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ ചെല്ലുവാണെങ്കിൽ നേരെ പ്രത്യേക സ്റ്റാപ്ലർ പോലുള്ള ഒരു ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തൊരു ഇൻഫ്രാറെഡ്
LED ഒരു ഫോട്ടോ ഡയോഡും ഉണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് LED ശക്തമായിട്ട് ഇലുമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വെയിൻസിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ തിരിച്ചു വരുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഇൻഫ്രാറെഡിന് കുറച്ച് അബ്സോർപ്ഷൻ വരും. അപ്പോൾ ഓരോ തവണ ഇവിടെ ഹൃദയം ഇടിക്കുമ്പോഴും ഇങ്ങനെ ഈ പമ്പിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പമ്പിങ് നടക്കുന്നത് പ്രകാരം നമ്മുടെ ഈ ഹീമോഗ്ലോബിന് ഈ പറയുന്ന ഇൻഫ്രാറെഡിനെ അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഏകദേശം ആ ഒരു ഹൃദയമിടിപ്പിന് തുല്യമായിട്ട് തന്നെ സിങ്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ECG പോലെ അത്ര കൃത്യത ഇല്ലെങ്കിലും നമുക്ക് വിയറബിൾ ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ പ്രത്യേക ഹെൽത്ത് മോണിറ്ററിംഗ് ഉള്ള ഉപകരണങ്ങൾ ഇതിനകത്തെല്ലാം നമ്മൾ ഈ പറയുന്ന PPG സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും, കൂടുതൽ പവർ കൺസപ്ഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ECG എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേക ജെല്ലൊക്കെ തേക്കണം. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് PPGയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. പണ്ട് കാലത്തൊക്കെ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ്, അതായത് വൈറ്റ് ലൈറ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിഗ്നൽ പ്രോസസിങ്ങും ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ ആക്യുറസി നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ലൈറ്റ് സോഴ്സ് ആണ്. ഒന്ന് ഗ്രീൻ കളർ ഏകദേശം 525 നാനോമീറ്റർ തുടങ്ങി 565 നാനോമീറ്റർ വരെ വേവ് ലെങ്തിലുള്ള ഗ്രീൻ ലൈറ്റ് ആണ് അതിന് ചൂസ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഗ്രീൻ ലൈറ്റ് നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് പ്രത്യേക കാലിബ്രേഷൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മിക്കവാറും നമ്മുടെ സ്മാർട്ട് വാച്ചിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല പച്ച കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റിന് ഒരു കുഴപ്പമുണ്ട്, ഇത് ഡീപ്പായിട്ട് സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്റ്റ്, അതായത് ഈ പറഞ്ഞ കൈത്തണ്ടയിലാണ് അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി ഏകദേശം 620 തൊട്ട് 750 നാനോമീറ്റർ റേഞ്ചുള്ള റെഡ് ലൈറ്റ് യൂസ് ചെയ്താൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനെക്കാട്ടിലും കൂടുതൽ സ്കിന്നിലേക്ക് റെഡ് പെനിട്രേറ്റ് ചെയ്യും. അതുപോലെ കുറച്ചും കൂടെ ആക്യുറസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കുറച്ചും കൂടെ വേവ് ലെങ്ത് കൂട്ടിയാലോ, ഏകദേശം 880 തുടങ്ങി 940 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ഇൻഫ്രാറെഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ ഡെപ്തിലേക്ക് ഈ പറയുന്ന ഇൻഫ്രാറെഡ് സ്പ്രെഡ് ചെയ്യുകയും നമുക്ക് എന്താ പറയുന്നത് ശരീരത്തിന്റെ സ്കിൻ ടോൺ ഏതാണെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരികയും ചെയ്യും. അപ്പം നമുക്ക് കുറെ കൂടി ആക്യുറസി അവിടെ ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂവ്മെന്റ് ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് അഫക്റ്റ് ചെയ്യത്തില്ല. ഇനി വളരെ പ്രീമിയം ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ 3 ലൈറ്റും അവിടെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ടുള്ള, അതായത് ഗ്രീൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ തുളഞ്ഞു കയറത്തുള്ളൂ. ഇനി റെഡ് എടുക്കുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി അല്പം കുറവാണെങ്കിൽ കുറച്ചും കൂടി അകത്തേക്ക് അത് പെനിട്രേറ്റ് ചെയ്യും. ഇനി നമ്മുടെ ഇൻഫ്രാറെഡ് ആണെങ്കിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ടിഷ്യൂവിലേക്ക് വരെ അത് പെനിട്രേറ്റ് ചെയ്തു പോകും, തിരിച്ച് അതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് അവിടെ കാണിക്കാൻ സാധിക്കും. പിന്നെ കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ, അതായത് നമ്മുടെ ബ്ലഡിൽ എത്രമാത്രം ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സിസ്റ്റം വഴി അറിയാൻ സാധിക്കും. അത് പക്ഷേ ECGക്കകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഇൻഫ്രാറെഡ് ഹീമോഗ്ലോബിലുള്ള ഓക്സിജനിൽ കൂടുതൽ അബ്സോർബ്ഡ് ആവും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ അവിടെ വരും. അപ്പോൾ അതിനെ പ്രത്യേക രീതിയിൽ പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്യുവാണെങ്കിൽ ആ SpO2 എന്ന് പറയുന്ന ആ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് ഇതിൽ ലഭ്യമാണ്. അപ്പൊ എന്തായാലും കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി സർക്യൂട്ട് ഡയഗ്രത്തിലേക്കും അതിൻ്റെ വിശദാംശങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു സിസ്റ്റത്തിൽ 2 യൂണിറ്റാണുള്ളത്. ഒന്ന് ഹാർട്ട് ബീറ്റ് ഡിറ്റക്ഷൻ യൂണിറ്റ്, രണ്ടാമത്തെ ആ ഒരു ഡിറ്റക്ട് ചെയ്ത പൾസ് കൊണ്ട് ഹൈ വോൾട്ടേജ് ഹൈ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു SCR ട്രിഗറിംഗ് സർക്യൂട്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാറെഡ് LED ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ റെസിസ്റ്റർ വഴി ബയാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LEDയിലേക്കുള്ള കറണ്ട് ഫ്ലോ നിയന്ത്രിക്കുന്നത് ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി കൃത്യമായിട്ടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വെയിനിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇൻഫ്രാറെഡിനെ ഈ പറയുന്ന ഫോട്ടോ ഡയോഡ് റിസീവ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു.
അതിനുശേഷം ഇതിൽ നിന്ന് AC സിഗ്നൽ മാത്രം പാസ് ചെയ്യാൻ പാകത്തിന് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് 4.7 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇത് നമ്മൾ ആ 1/2π RC ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ഈ ഒരു കപ്പാസിറ്ററാണ് അതിൻ്റെ ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കപ്പിൾ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ സ്റ്റേജാണ്. ഇവിടെ ഗെയിൻ തീരുമാനിക്കുന്നത് ഈ മുകളിലത്തെയും ഈ താഴത്തെയും ഈ 2 റെസിസ്റ്ററാണ്, അതായത് ഫീഡ്ബാക്ക് റെസിസ്റ്ററും ഇൻപുട്ട് റെസിസ്റ്ററും. അതിൻ്റെ റേഷ്യോ അനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 100 മടങ്ങാണ്. അങ്ങനെ 100 മടങ്ങ് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ അവസാനം നമ്മുടെ ഈ LED കൊടുക്കുമ്പോൾ അതൊരു ഫ്ലാഷ് ആയിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ വീണ്ടും ഫർദർ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് ഹയർ ലോഡുകൾ, ഉദാഹരണം പറഞ്ഞാൽ റിലേയോ സ്പീക്കറോ, അത് മാത്രമല്ല നമുക്ക് AC 230 വോൾട്ട് AC പ്രവർത്തിക്കുന്ന ഇൻകാൻഡസെന്റ് ലാമ്പുകൾ അല്ലെങ്കിൽ വലിയ ബൾബുകൾ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഡയാക്ക് ട്രയാക്ക് കോമ്പിനേഷൻ തന്നെ വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു സർക്യൂട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തുതന്നെയായാലും നമുക്ക് ഈ 2 യൂണിറ്റും ഇൻഡിവിജ്വലായിട്ട് നിർമ്മിച്ച് അതൊന്ന് അസംബിൾ ചെയ്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് LED ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്, അതിൻ്റെ ട്രാൻസ്മീറ്ററും റിസീവറും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് 5mm ഒരു IR LED ആണ്. ഒരു അല്പം ടിഞ്ചുള്ള ഇത്തരം IR LED ആണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 940 നാനോമീറ്റർ ആണ്. അതുപോലെ നമുക്കൊരു സാധാരണ IR LED എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫോക്കൽ അത് കൃത്യം പറഞ്ഞാൽ അതിൻ്റെ നടുക്കുന്ന എമിറ്റ് ചെയ്യുന്ന വശം ചിലപ്പോൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിരിക്കും. പക്ഷേ ഈ ഒരു IR LED നോക്കിയേ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റം എല്ലാം കറക്റ്റ് സെൻട്രലാണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ബീമായിരിക്കും ഇതിൽ നിന്ന് വരിക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ ഡിറ്റക്ടർ സെലക്ട് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇൻഫ്രാറെഡിനെ റിസീവ് ചെയ്യാൻ ഇത്തരം ബ്ലാക്ക് കളറുള്ള ഫോട്ടോ ഡയോഡാണ് ഏറ്റവും നല്ലത്. കാരണം ആംബിയൻറ്റ് ലൈറ്റ്, അതായത് ചുറ്റുപാടുമുള്ള പ്രകാശത്തെ ഇത് അത്ര സെൻസിറ്റീവ് അല്ല, പക്ഷേ ഇൻഫ്രാറെഡിന് നല്ല രീതിയിൽ സെൻസിറ്റിവിറ്റി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ സാധ്യമാണ്. ഇനിയും പവർ സപ്ലൈയിലുള്ള നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഉപയോഗിക്കാം. നമ്മുടെ ഈ ഫോട്ടോ ഡയോഡിൽ നിന്ന് വരുന്ന സിഗ്നൽ കപ്പിൾ ചെയ്യാൻ വേണ്ടി 4.7 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ഡിസ്ക് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് പോളിസ്റ്റർ കപ്പാസിറ്റർ തന്നെയാണ്. കാരണം നല്ല സ്റ്റെബിലിറ്റിയും കാണും, അതുപോലെ തന്നെ വാല്യൂം ആക്യുറേറ്റ് ആയിരിക്കും. ഇത്തരം പോളിസ്റ്റർ കപ്പാസിറ്റർ നിങ്ങൾക്ക് പഴയ ഇലക്ട്രോണിക് ചോക്കിനകത്തോ CFL-നകത്തോ ഒക്കെ വളരെ അധികം കാണാൻ സാധിക്കും. അത് നമുക്ക് ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി റീയൂസ് ചെയ്യാം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഘടകമാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന LM358 എന്ന് പറയുന്ന ഡ്യുവൽ ഓപ്പാമ്പാണ്. ഇതിൽ 3 വോൾട്ട് തുടങ്ങി 32 വോൾട്ട് വരെ കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ സിംഗിൾ പവർ സപ്ലൈ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. 9 വോൾട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ 2N2222 ഒരു ട്രാൻസിസ്റ്റർ, അതുപോലെ BT136ൻ്റെ ഒരു ട്രയാക്ക്, ഇത് 4 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യും. മാക്സിമം വോൾട്ടേജ് 600 ആണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബസറാണ്. നമുക്ക് ആ ബീപ്പ് സൗണ്ട് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആക്റ്റീവ് ബസർ അവിടെ ആവശ്യമാണ്. പിന്നെ നമുക്ക് അടുത്തൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒപ്റ്റോ ഡയാക്ക്, അതായത് നമുക്ക് ലോ വോൾട്ടേജ് സർക്യൂട്ടിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് ഒരു ഐസൊലേഷൻ ഉൾപ്പെടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒപ്റ്റോ ഡയാക്ക് യൂസ് ചെയ്യാം. അത് വളരെ സേഫാണ്, തിരിച്ച് കറണ്ട് ഇതുവഴി കടന്നു വരുത്തുമില്ല. ഇനി നമ്മുടെ ഈ ആക്റ്റീവ് കമ്പോണൻസിനൊക്കെ കൃത്യമായിട്ട് ബയാസ് ചെയ്യിപ്പിക്കാൻ റെസിസ്റ്റേഴ്സ് ആവശ്യമാണ്. 10K റെസിസ്റ്റർ, 220 ഓംസിൻ്റെ റെസിസ്റ്റർ, അതുപോലെ 5.6 കിലോമിൻ്റെ റെസിസ്റ്റർ, 560 കിലോമിൻ്റെ റെസിസ്റ്റർ, 100 കിലോമിൻ്റെ റെസിസ്റ്റർ, 47 കിലോമിൻ്റെ റെസിസ്റ്റർ, ഇത് കൂടാതെ 47 ഓംസിൻ്റെ റെസിസ്റ്റർ, അതോടൊപ്പം തന്നെ 103 അഥവാ 0.01 മൈക്രോ ഫാരഡ് 3 കിലോ വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററും RC നമ്പർ സർക്യൂട്ടിൽ ആവശ്യമാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഇൻഡിക്കേഷന് വേണ്ടി LED ഉപയോഗിക്കാം. ഈ ഡിഫ്യൂസ്ഡ് LEDക്ക് പകരം ഞാൻ പ്രത്യേക ഫോക്കൽ ഇതുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗ്രീൻ LED ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇത് കത്തുമ്പോൾ ഇതിൻ്റെ പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു റിഫ്ലക്ടറൊക്കെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇൻഫ്രാറെഡ് LEDയും അതുപോലെ തന്നെ ഈ സെൻസറും നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൊട്ടൻഷ്യോമീറ്ററും കൂടെ വെച്ചിട്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. 10 കിലോമിൻ്റെ ഒരു സാധാരണ പൊട്ടൻഷ്യോമീറ്റർ മതി. പിന്നെ ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ 9 വോൾട്ട് ബാറ്ററിയാണ് ആവശ്യം. നമുക്ക് എന്തായാലും കമ്പോണൻസ് ഒക്കെ എടുത്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന വഴി 2 ഗുണങ്ങളുണ്ട്. നമുക്ക് ആ സർക്യൂട്ടിൻ്റെ പുറത്ത് കൃത്യമായിട്ട് ഈ കമ്പോണൻസ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവും. പിന്നെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് വഴി ഓരോ കമ്പോണൻറ്റും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു ഫോൾട്ട് വരുവാണെങ്കിൽ കൃത്യമായിട്ട് അത് ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് വലിയ ഉപകാരമായിരിക്കും. ഈ ഒരു സർക്യൂട്ടിൽ 2 സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിലെ ഫസ്റ്റ് സെക്ഷൻ നമുക്കൊന്ന് അസംബിൾ ചെയ്യാം, അതായത് ഈ ഓപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രീ ആംപ്ലിഫയർ സെക്ഷൻ. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പോണൻറ്റിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു IR LED ഉണ്ട്. അപ്പോൾ അത് ബയാസിങ്ങിന് വേണ്ടി നമ്മൾ 220 ഓമിൻ്റെ റെസിസ്റ്ററാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ പൊട്ടൻഷ്യോമീറ്ററും ഉണ്ട്. അപ്പോൾ ഏകദേശം 10 തുടങ്ങി ഒരു 100 മില്ലി ആംപിയർ വരെ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഇൻഫ്രാറെഡ് LEDയും അത് ബയാസ് ചെയ്യാനുള്ള സർക്യൂട്ടും കണക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇനി നമ്മൾ പവർ സപ്ലൈയുടെയും ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ അത്യാവശ്യമാണ്. എന്തായാലും ഞാൻ ഈ സർക്യൂട്ടിലേക്ക് 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുവാണ്. ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് തിരിച്ചു നോക്കാം. ബാറ്ററിയുടെ പൊളാരിറ്റി മാറിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് പതുക്കെ തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, IR-LED ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്ന കുറച്ചും കൂടെ ഇരുട്ടത്ത് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് ഇതുവഴി ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെ ട്യൂണിങ് നമുക്ക് അത്യാവശ്യമാണ്. എന്നാലേ കൃത്യമായിട്ടുള്ള ആ ബീറ്റ് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന 10 കിലോമിൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫോട്ടോഡയോഡ് കൃത്യമായിട്ട് ബയാസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു 10 കിലോമിൻ്റെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 10 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 1 മില്ലി ആംപിയർ കറണ്ട് 9 വോൾട്ടിൽ ഇത് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ഇതിനെ അത്യാവശ്യമായിട്ട് ബയാസ് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെ ബയാസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ബയാസിംഗ് റെസിസ്റ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കപ്പാസിറ്റർ ചൂസ് ചെയ്യുമ്പോൾ 4.7 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് ഇതിന് ബെറ്റർ ഔട്ട്പുട്ട് എടുക്കാൻ. കാരണം വരുന്ന AC സിഗ്നൽ 10 ഹെർട്സിൽ താഴെയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലോ ഫ്രീക്വൻസിയെ സ്മൂത്തായിട്ട് കടത്തിവിടാൻ വേണ്ടി ഈ പറയുന്ന 4.7 മൈക്രോഫാരഡ് കപ്പാസിറ്റർ അവിടെ യൂസ് ചെയ്യാം. ഇനി കുറഞ്ഞ കപ്പാസിറ്റൻസ് ഉപയോഗിക്കുന്നെങ്കിൽ ഇത്രയും ലോ ഫ്രീക്വൻസി കടന്നു പോകത്തില്ല. 4.7 ആണ് ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു വാല്യൂ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ രണ്ട് കാര്യങ്ങളും സെറ്റാക്കി ഇനി നമ്മുടെ കൈ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് സറൗണ്ടിങ് ആയിട്ടുള്ള വെളിച്ചം ഇതിനകത്തേക്ക് കിടന്ന് ഇൻ്റർഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത്തരം നമുക്ക് സ്ലീവുകൾ കട്ട് ചെയ്ത് കയറ്റിയിടാം. അത് അത്യാവശ്യമാണ്. കാരണം ആംബിയൻ ലൈറ്റ് ഇതിനെ നന്നായിട്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ ഹീറ്റ് സ്ട്രിങ്കബിൾ ആയിട്ടുള്ള ട്യൂബാണ് ഇതിന് ബെറ്റർ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അലൈൻ ചെയ്ത് വയ്ക്കുക. നമുക്കൊന്ന് ജസ്റ്റ് കത്തിച്ച് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബീം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ വളരെയധികം വീക്കാണ്. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓപ്പാമ്പിൽ നമുക്ക് 2 വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്, RF RIയും. അപ്പോൾ 560/5.6 എന്ന് പറയുമ്പോൾ ഗെയിൻ ഏകദേശം 100 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു LED ഒക്കെ കത്തിക്കാൻ അത് ധാരാളം മതി. നമുക്ക് എന്തായാലും ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ അസംബിൾ ചെയ്യുമ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ 560 കിലോ ഓം ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ ഉപയോഗിക്കാം. അപ്പോൾ ഗെയിൻ 100 ആയിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളിനി ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ 0.1 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് കുറവായിരിക്കും. അങ്ങനെ ഗെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്യും. അത് വളരെ നോയ്സിനെ കുറയ്ക്കാൻ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇൻപുട്ടിൽ നമ്മൾ ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. 1 കിലോഹെർട്സിന് മേളിലുള്ള ഫ്രീക്വൻസി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കപ്പാസിറ്റർ അത് ഗ്രൗണ്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 സർക്യൂട്ടുകളും നമ്മൾ ഇനിയും ഇന്റർകണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഫിംഗർ പ്ലേസ് ചെയ്യുന്ന ആ യൂണിറ്റും പിന്നെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഓപ്പാമ്പ് യൂണിറ്റും തമ്മിലാണ് നമ്മൾ ഇന്റർകണക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇന്റർകണക്ഷൻ എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ ഇൻഡിക്കേഷന് വേണ്ടി ഹൈ ബ്രൈറ്റ്നസ് ഉള്ള ഗ്രീൻ LED യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. ഞാൻ 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ധാരാളം മതി, സിംഗിൾ പവർ സപ്ലൈ ആണ്. അതിന് തന്നെ നമ്മൾ പോസിറ്റീവ് കൊടുക്കുക, പിന്നെ ഗ്രൗണ്ടും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പവർ സപ്ലൈ കൊടുക്കുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ആ ലൈറ്റ് ഒന്ന് കത്തി കെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഫംഗ്ഷനിങ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ഫിംഗർ ഒന്ന് വെച്ച് നോക്കാം. ഇൻഫ്രാറെഡ് LED കത്തുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്പുട്ടിലൊന്നും കാണുന്നില്ല. ഇനി നമ്മൾ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ഇതേ രീതിയിൽ ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ബീറ്റ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ഈ പൊട്ടൻഷ്യോമീറ്റർ ഒരു പ്രത്യേക ഒരു പോയിന്റിൽ വെച്ച് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ബീറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുക. അപ്പോൾ ആ പോയിന്റ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഓരോ സിറ്റുവേഷനിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളവിടെ പൊട്ടൻഷ്യോമീറ്റർ പ്രത്യേകം ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടോ, കൃത്യമായിട്ട് എൻ്റെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് LED ഫ്ലാഷ് ചെയ്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഗാലിയം നൈട്രേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഗ്രീൻ LED ആണ്. നിങ്ങൾക്ക് ആ ഫ്ലാഷ് ചെയ്യുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ആക്റ്റീവ് ബസറുകൾ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിഗ്നൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അതായത് അതിൻ്റെ കറണ്ട് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ കറണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ കൂടി എക്സ്ട്രാ യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ഓപ്പാമ്പിന് ശേഷം നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിഗ്നലിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടി കിട്ടും.
പിന്നെ നമ്മളിവിടെ 100 കിലോമീറ്റർ റെസിസ്റ്റർ വഴി ബേസ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ഒന്നും കിട്ടാത്തപ്പം നമ്മുടെ ഈ ഔട്ട്പുട്ട് 0 ആക്കാൻ വേണ്ടിയാണത്. അതുപോലെ ഔട്ട്പുട്ടിൽ ഒരു 40 മില്ലി ആംപിയറെങ്കിലും നമുക്ക് മിനിമം വേണം, എങ്കിൽ മാത്രമേ ബസർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ ഏകദേശം 10 കിലോ ആണ് നമുക്ക് അവിടെ സ്യൂട്ട് ആവുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ജസ്റ്റ് കൈ പ്ലേസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആയിട്ട് എൻ്റെ ഹൃദയടുപ്പിന് സിങ്ക്രണൈസ് ചെയ്തിട്ട് തന്നെയാണ് അത് കത്തുന്നത്. കൃത്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്യും. കറക്റ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഉള്ള ഇൻസ്റ്റൻറ്റും ആ ഒരു സൗണ്ടും എൻ്റെ ഹൃദയടുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഈ സർക്യൂട്ടിലെ ഓരോ കമ്പോണൻറ്റിൻ്റെ വാല്യൂ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷൻസ് എല്ലാം ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഗൂഗിൾ ഡ്രൈവിൽ ആ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജും, പ്രത്യേകിച്ച് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ്, അതുപോലെ ഫിൽറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ടേബിൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ഡിസൈൻ ഇക്വേഷൻ. അടുത്തതായിട്ട് നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് സെൻസറിൻ്റെ പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന 2.4 ഇഞ്ച് LCD ഉള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓസിലോസ്കോപ്പാണ്. ഇത് 9 വോൾട്ടിൽ പ്രവർത്തിക്കും. നമുക്ക് സിമ്പിളായിട്ട് ഈ 2 പ്രോബ് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ബൂട്ടപ്പ് ആവും. അങ്ങനെ ബൂട്ടപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഓട്ടോ കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്കത് റീഡ് ചെയ്യാവുന്ന മോഡിലേക്ക് അത് പൊക്കോളും. ഓക്കെ, ഇപ്പോൾ സ്ക്രീനൊക്കെ ഏതായാലും ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് നമ്മുടെ ഔട്ട്പുട്ടിൽ, ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ അവിടെ നോയ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ നോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് പ്രോബ് ചെയ്യുക, എന്നിട്ട് ഗ്രൗണ്ടുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ കാലിബ്രേഷൻ വേണമെങ്കിൽ അതും ചെയ്യുക. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ലൈവായിട്ട് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫിംഗർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ ബീറ്റിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ 2 ബീറ്റുകൾ തമ്മിലുള്ള അകലം എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഒരു ECG മെഷീൻ്റെ അത്ര ആക്യുറസി ഇതിന് വരത്തില്ല. എങ്കിൽ കൂടി ഏകദേശം നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ പാറ്റേൺ, അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബീറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് രേഖപ്പെടുത്തണേ. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ സിഗ്നേച്ചറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാഴ്ചയിൽ ഹൃദയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് പരിചയപ്പെട്ടാലോ. ഈ പോർട്ടബിൾ ഓസിലോസ്കോപ്പ് പോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ജനറേറ്ററും ഉണ്ട്. ഇതെല്ലാം 9 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്ന മറ്റൊരു സംഗതിയാണ് പോർട്ടബിൾ LCR മീറ്റർ. ഇതുപയോഗിച്ച് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ തുടങ്ങി മോസ്ഫെറ്റ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള ലാബ് ഇക്വിപ്മെൻറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, മോസ്ഫെറ്റിൻ്റെ സിമ്പൽ വരെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു അനലോഗ് മൾട്ടിമീറ്ററിൽ കൊടുത്താലോ. 0.5 വോൾട്ട് റേഞ്ച് ഇട്ടതിന് ശേഷം നോക്കുവാണെങ്കിൽ ഇതേപോലെ ഓസിലേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അതായത് 0 നിന്ന് പോസിറ്റീവിലേക്ക് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല രസമില്ലേ കാണാൻ. ഇനി അടുത്തതായിട്ട് വേറൊരു ടെക്നിക്കും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഇതേപോലെ സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് PC-യിൽ ഓഡിയോ കൊടുക്കാതെ ഈ സൗണ്ട് കാർഡ് വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത് കുറച്ച് കമ്പോസൊക്കെ ചെയ്ത് അടിപൊളി മ്യൂസിക്കൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കുക ഔട്ട്പുട്ടിൽ, എന്നിട്ട് നേരെ USB ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമ്മുടെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഹാർഡ്വെയർ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ട് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ, ഉദാഹരണം പറഞ്ഞാൽ ന്യൂറോ വേവ് എഡിറ്റർ, അതിനകത്ത് നമുക്ക് റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന വഴി 2 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഹൃദയത്തിൻ്റെ ഒറിജിനൽ താളം എങ്ങനെയാണെന്ന് കേൾക്കാൻ സാധിക്കും. 2, അതുപയോഗിച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യാനും പറ്റും. എന്തായാലും ഞാനിത് ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുവാണ്. അങ്ങനെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു ഹൃദയത്തിൻ്റെ സിഗ്നേച്ചറുമായിട്ട് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് സിന്തസൈസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ കാഷിയോടെ ഔട്ട്പുട്ട് എടുത്ത് PC-യുടെ ലൈനിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ സേവ് ചെയ്ത് വെച്ച ഹൃദയമെടുപ്പ് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുവാണ്. അങ്ങനെ ലോഡ് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ വേണ്ട ഒരു മ്യൂസിക്, അതായത് ഒരു സൗണ്ട് ട്രാക്കിംഗ് കൂടെ ഞാൻ ഇവിടെ എഫക്റ്റിന് വേണ്ടി കൊടുക്കുവാണ്. ഇനിയാണ് മാജിക്ക് സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും ഹൃദയം കൊണ്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചോളൂ. പിന്നെ നമ്മൾ ഇതുപോലത്തെ SCR അല്ലെങ്കിൽ ട്രയാക്ക് ഉപയോഗിച്ച് നമുക്ക് ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന BT136 എന്ന് പറഞ്ഞ ട്രയാക്കാണ്. അതുപോലെ ഒപ്റ്റോ ഡയാക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ ഒരു RC സ്നബർ സർക്യൂട്ട് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വരുന്ന നോയ്സ് സപ്രസ് ചെയ്യാൻ വേണ്ടിയാണത്. അപ്പോൾ ഇതിൽ 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാനൽ എടുക്കാം. ഇത് ഓൾറെഡി ഞാൻ PCB അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡിസംബറിൽ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇത് ആവശ്യം വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ 100 വാട്ടോ അല്ലെങ്കിൽ 60 വാട്ടോ ബൾബൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ കണക്ഷനും കൊടുത്ത് സെറ്റാക്കി വെച്ചു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫിംഗർ പ്രസ് ചെയ്യുമ്പോൾ അവിടെ LED ഫ്ലാഷ് ചെയ്യുന്നുണ്ട് ഇൻപുട്ടേൽ. ഇനി നമുക്ക് മെയിൻ പവറും കൂടെ ഒന്ന് ഓൺ ആക്കേണ്ടതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുവാണ്. ഇനി ഞാൻ ഇതുവഴി കൈ അനക്കുമ്പോൾ ഔട്ട്പുട്ട് കത്തുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഹൃദയമിടിപ്പുമായിട്ട് അത് സിങ്കായി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കൃത്യം ആ ബീറ്റിനനുസരിച്ചിട്ടാണ് ബൾബ് കത്തുന്നത്. എന്തായാലും ഞാൻ ഈ ഒറ്റ ഒരു ബൾബിൽ ഇത് അവസാനിപ്പിക്കുന്നില്ല. ഇച്ചിരൂടെ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഈ ഒരു ഹെവി റിലേ എൻ്റെ കൈ കിട്ടുന്നത്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് മിന്നൽ പോലെയാണ് ഒരു ഐഡിയ തെളിഞ്ഞു വന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനത്തെ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേരെ. അപ്പോൾ ഇതുപോലെയുള്ള തിയറിക്കപ്പുറം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഹോം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇതുപോലെയുള്ള നല്ല രസകരമായിട്ടുള്ള ഹോബി സർക്യൂട്ടുകൾ, ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ടിപ്പുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത തവണ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.